ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഞാൻ കുറേ നാളോടിയിട്ടാണ് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്നത്. കാരണം എൻ്റെ ലൈഫിൽ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഹാപ്പനിങ് ഒന്നും ചെയ്യുന്നില്ല ഈ ഡേ ഇൻ മൈ ലൈഫ് കാണിക്കാനൊക്കെ. പക്ഷേ ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ്. ഇന്ന് അരങ്ങേറ്റത്തിനോട് അനുബന്ധിച്ചിട്ടുള്ള നമ്മൾ ദക്ഷിണ കൊടുക്കൽ അങ്ങനത്തെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒന്ന് അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുമായിരുന്നു. ഓൾറെഡി കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. ഇപ്പോഴും അങ്ങനെയാണ്. എപ്പോൾ നേരത്തെ ഇറങ്ങുമെന്ന് വെച്ചാലും ഞാൻ മടി പിടിച്ച് കിടക്കുക തുടങ്ങുമ്പോഴേ മനസ്സിലാവാം അയ്യോ ലേറ്റ് ആയല്ലോ. ഒരു കാര്യം കൂടി എടുക്കാറുണ്ട്. തയ്ച്ചൊന്ന് പൂജിക്കാൻ പോകണം അമ്പലത്തിൽ. തൊട്ടടുത്തുള്ള അമ്പലത്തിലാണ് പോകുന്നത്. വീട്ടിൽ നിന്ന് ഭയങ്കര അടുത്താണ്. ഒരു 2 മിനിറ്റ് വാക്ക് പോലും ഇല്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ചിലങ്ക പൂജിക്കാൻ രസീതൊക്കെ എഴുതിപ്പിച്ചു ആൻഡ് അത് ചെയ്തു. അത് കഴിഞ്ഞിങ്ങനെ ഇലയിലൊക്കെ കിട്ടിയിട്ടോ ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു. അതിങ്ങനെ കയ്യിൽ കിട്ടിയപ്പോൾ ഞാൻ അതിൻ്റെ 1-2 ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അമ്പലത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ എപ്പോഴും സമയമുണ്ടെങ്കിൽ തിരക്ക് പിടിച്ച് തിരിച്ചു പോയിട്ട് കാര്യമുണ്ടെങ്കിലൊന്നുമല്ല, അല്ലാതെ ഇത്തിരി റിലാക്സ്ഡ് ആയിട്ട് ടൈമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ഈ അമ്പലത്തിൻ്റെ കുളത്തിൻ്റെ സൈഡിൽ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട്. കാരണം കുറേ ചൈൽഡ്ഹുഡ് മെമ്മറീസ് ഉള്ളൊരു ഏരിയ ആണ് കേട്ടോ ഇത്. ഈ കുളത്തിലാണ് ഞാനൊക്കെ സ്വിം ചെയ്യാൻ പഠിച്ചത്. ഞാൻ മാത്രമല്ല, എൻ്റെ ഫാമിലി, എൻ്റെ കസിൻസും ഒട്ടുമിക്ക എല്ലാവരും തന്നെ ചൈൽഡ്ഹുഡ് ഒരുപാട് സ്പെൻഡ് ചെയ്തിട്ടുള്ള കുളമാണ്. ഈവൻ എൻ്റെ കസിൻസും അല്ല, എൻ്റെ പാരൻസ് അടക്കം, എൻ്റെ അച്ഛനടക്കം, അച്ഛൻ്റെ ഫാമിലി ഒക്കെ തന്നെ ഒരുപാട് അവരുടെ ഇടയിൽ ഒരുപാട് സ്റ്റോറീസ് ഉണ്ട് ഈ ഒരു കുളവും റിലേറ്റഡ് ആയിട്ട്, അമ്പലവും റിലേറ്റഡ് ആയിട്ടൊക്കെ. കുളം ഇപ്പോൾ ഇത്തിരി പായലൊക്കെ പിടിച്ച് കിടക്കുകയാണെങ്കിലും വെക്കേഷൻ ടൈമിൽ ആക്റ്റീവ് ആവാറുണ്ട്. പണ്ടൊക്കെ ഭയങ്കര ആക്റ്റീവ് ആവാറുണ്ട്. പക്ഷെ ഇപ്പം അങ്ങനെ അധികാരം ആക്സസ് ചെയ്യാറില്ല. വളരെ കുറച്ച് ആൾക്കാരാണ് അമ്പലക്കുളവും ഒക്കെ ഇപ്പോഴും യൂസ് ചെയ്യുന്നതുള്ളൂ. ഇതാണ് കേട്ടോ അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗം. അതായത് റോഡിൽ നിന്ന് വരുമ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് വരുമ്പോൾ റോട്ടിൽ നിന്ന് കാണുന്ന ഭാഗം ഇതാണ്. ഞാൻ തിരിച്ച് വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നേ. അപ്പോൾ ഈ ചിലങ്കയുടെ സൗണ്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിൻ്റെ ഒച്ച ഇങ്ങനെ ചിലിന്ന് കേട്ടുകൊണ്ടിരിക്കുക നടക്കുമ്പോഴേക്കും. ഫൈനലി ആ പരിപാടി കഴിഞ്ഞു. ലോഗിൻ ചെയ്യണം, എന്നിട്ട് ഉച്ച കഴിഞ്ഞ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുള്ള മെയിലിടണം. ഉച്ച കഴിഞ്ഞിട്ട് ഉണ്ടാവില്ല എന്ന് പറയാൻ എനിക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനും ഒക്കെ ഉണ്ട്. ഇന്ന് അവിടെ പോണേക്കുമ്പോൾ പൈസ വിഡ്രോ ചെയ്യണം. അപ്പം അവിടെ അങ്ങനെ പൈസ ഗൂഗിൾ പേ എടുക്കില്ല. അപ്പോൾ ആ ദക്ഷിണയൊക്കെ കൊടുക്കുന്നതല്ലേ, വിഡ്രോ ചെയ്യണം. പിന്നെ വെറ്റില അടയ്ക്കുക, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം. റെഡി ആയിട്ട് വേണം പോവാനായിട്ട്. ഓക്കെ, മെയിലിൻ്റെ പരിപാടി കഴിഞ്ഞു. നമുക്ക് ചെയ്യേണ്ടത് കുറച്ച് നേരം വർക്ക് ചെയ്യണം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, നന്നായിട്ട് വിശക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പക്ഷെ എനിക്ക് ഭയങ്കര ടെൻഷനാവുന്നുണ്ട്. ശരിയാവില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിനെ കുറിച്ച് ഉള്ള ടെൻഷനല്ല കേട്ടോ. ഇത് ഞാൻ ഇന്നത്തെ പ്രോഗ്രാമിനെ കുറിച്ചിട്ട് ആലോചിച്ചാണ്. എനിക്കാണെങ്കിൽ ഭയങ്കര സ്റ്റേജ് ഫിയർ ഉള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ ആലോചിച്ചിട്ടുള്ളൊരു ടെൻഷനൊക്കെ ആയിരുന്നു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞ് വീണ്ടും വർക്ക് ചെയ്യാൻ തുടങ്ങി കേട്ടോ. ഇതാണ് ഞങ്ങളുടെ വീട്ടിലെ ആനി ചേച്ചി ഇടയ്ക്ക് വീട്ടിൽ അമ്മേനെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് വരുന്ന മെയിൻ ആളാണ്. ഞങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരാളാണ് ആനി ചേച്ചി ഭയങ്കര ഫ്രണ്ട്ലിയാണ്, ഭയങ്കര അടിപൊളിയാണ് ആനി ചേച്ചി കറക്റ്റായിട്ട് റൂം മോപ്പ് ചെയ്യാൻ വരുന്നത് എനിക്ക് കോൾ നടക്കുന്ന ടൈമിലായിരിക്കും. അപ്പോൾ ഇന്നും അതുപോലെ തന്നെയായിരുന്നു. പിന്നെ ഞാൻ വർക്കിൻ്റെ റിലേറ്റഡ് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്തു. പിന്നെ ലോഗ് ഔട്ട് ചെയ്ത് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടെന്ന് പറഞ്ഞല്ലോ, അതൊക്കെ മേടിക്കാൻ പോയി. തിരിച്ചെത്തി. വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ മേടിക്കേണ്ട സെയിം സാധനം മാത്രം മേടിക്കുന്ന ഒരാളല്ല ഞാൻ. എക്സ്ട്രാ എന്തെങ്കിലുമൊക്കെ മേടിക്കാനൊരു ടെൻഡൻസി ഉള്ള ആളാണ്. ആസ് യൂഷ്വൽ ഇന്നും അങ്ങനെ തന്നെ ചെയ്തു. ഞാൻ യൂണിഫോമൊക്കെ എടുത്തുകൊണ്ട് വന്നു കേട്ടോ. ഇതൊന്ന് തേക്കണം. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഒന്ന് വെറുതെ റെസ്റ്റ് എടുത്താൽ കൊള്ളാമെന്നുണ്ട്. വെറുതെ ഒന്നിങ്ങനെ കിടന്ന് എന്നിട്ട് റെഡിയായി പോകണം. അങ്ങനെ നാപ്പ് എടുക്കണം എന്നൊക്കെ വിചാരിച്ചെങ്കിലും ഒന്നും നടന്നില്ല കേട്ടോ. വേഗം തന്നെ റെഡിയായി, യൂണിഫോമൊക്കെ ഇട്ടു. ഞാൻ ഈ ID ടാഗൊക്കെ ഇടുമ്പോൾ ഭയങ്കര കോമഡി ആയിട്ട് ചിലർക്കെങ്കിലുമൊക്കെ തോന്നലുണ്ടാവും, എനിക്കറിയില്ല. പക്ഷേ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. കാരണം ആഴ്ചയിൽ ഒരിക്കലൊക്കെ അല്ലേ ഇങ്ങനെ പോകുന്നത്. അപ്പോൾ എനിക്കത് ഇഷ്ടമാണ്. അവിടുത്തെ ഒരു ഡിസിപ്ലിനും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് എനിക്കിഷ്ടമാണ്. അപ്പോൾ വേഗം തന്നെ റെഡിയായി പോയി. ഇത് ഡാൻസ് ക്ലാസ്സിനകത്ത് എത്തിയിട്ടോ. അവിടെ ഒരു ചെറിയ മീറ്റിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ മൂകാംബികയിലാണ് പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പോൾ ഇത്തിരി ദൂരെ ആയതുകൊണ്ട് കുറച്ച് നമ്മൾ എന്തൊക്കെ ചെയ്യണം, മേക്കപ്പ് ആയിക്കോട്ടെ, അങ്ങനെ കുറച്ച് ഇൻസ്ട്രക്ഷൻസൊക്കെ അവരവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്തു, എന്താണ് നമ്മൾ അവിടെ എത്തിയിട്ട് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ദക്ഷിണയുടെ ടൈമായി. നമ്മൾ അരങ്ങേറ്റായതുകൊണ്ട് തന്നെ ദക്ഷിണ കൊടുക്കുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ടല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ വെറ്റില അടക്കിയും ചിലങ്കിയും ഒക്കെ കൈ പിടിച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്ന് ഫൈനലി നമ്മുടെ പേര് കോൾ ഔട്ട് ചെയ്ത് നമ്മുടെ ഐറ്റം വൈസ് ഓരോ ഗ്രൂപ്പിനെ വിളിച്ച് ദക്ഷിണ കൊടുക്കുന്ന സെറിമണി ആയിരുന്നു കേട്ടോ. അത് ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫീലിംഗ് ആണ് കേട്ടോ. ബ്യൂട്ടിഫുൾ ഫീലിംഗ് ആണോ,
ഒരു എന്താ പറയുക ഭയങ്കര ഒരു പ്ലസൻറ്റ് എക്സ്പീരിയൻസ് ആണ്. കുറച്ചൊരു ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു വൈബും അങ്ങനെ മൊത്തത്തിലൊരു ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ അത്. പിന്നെ എൻ്റെ പ്രോഗ്രാമിന് ടൈമായി, നമ്മുടെ റിഹേഴ്സലിൻ്റെ കോൾ ഔട്ട് ചെയ്തു പോര്. അപ്പോൾ ഞാൻ പോകാൻ പോവായിരുന്നു. ഇനി കുറച്ച് ക്ലിപ്പ് ഇടാണ് ഡാൻസിൻ്റെ റിഹേഴ്സലിൻ്റെ. ഇവരൊക്കെ ആയിരുന്നു കേട്ടോ എൻ്റെ കൂടെ കളിച്ചത്. വേറെ 1-2 പേരൊക്കെ ഉണ്ടായിരുന്നു. അവർ അപ്പുറത്തൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട് എല്ലാവരും. നമുക്ക് ഭയങ്കര ഹാപ്പിയായി. നമ്മളുടെ ഒരു അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി എന്നുള്ളൊരു സന്തോഷത്തിലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ വേറെ സീനിയർ പിള്ളേരുടെയും ഒക്കെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അവരുടെയും റിഹേഴ്സലൊക്കെ സെയിം ഡേ തന്നെയായിരുന്നു. രാത്രി ക്ലോസ് ടു ഒരു 8:30, 9 ഒക്കെ ആവാറായിട്ടോ. പിന്നെ തിരിച്ചു പോന്നു ഞാൻ. ഇന്ന് ഇരുന്ന് റെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു സുഖമുണ്ട് കേട്ടോ. പിന്നെ എനിക്കിപ്പോൾ ഒരു ഭയങ്കര സന്തോഷം. എല്ലാം വലിയ തെറ്റിച്ചിട്ടുണ്ടായിരുന്നു ഒബ്വിയസ്ലി. പക്ഷെ എന്നാലും ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് കേട്ടോ. ഭയങ്കര ഹാപ്പി. ഞാനീ പറയുന്ന ആ ഒരു ഫീലിങ് എല്ലാവർക്കും സെയിം രീതിയിൽ മനസ്സിലാവണമെന്നില്ല. ചിലപ്പം ഇതൊക്കെ ചെയ്തിട്ടുള്ളവർക്ക് മേ ബി ടു സം ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ് അത് മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും. അപ്പോൾ ഞാനിങ്ങനെ വീട്ടിൽ വന്നിട്ട് ഞാൻ അമ്മോട് ഇങ്ങനെ പറയുമായിരുന്നു ഫുൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പീരിയൻസ് എന്താണ് അവിടെ ഉണ്ടായെന്നൊക്കെ. പിന്നെ ലാസ്റ്റ് മീൽ ഓഫ് ദ ഡേ ഡിന്നർ അടിപൊളിയായിട്ട് ഞാൻ കഴിച്ചു. ഭയങ്കര ഹാപ്പി ആയതുകൊണ്ട് തന്നെ ഗ്രാൻഡായിട്ട് തന്നെ ഞാൻ ഫുഡൊക്കെ അടിച്ചു. പിന്നെ ഓറഞ്ചൊക്കെ കഴിച്ച് ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു ഡേ എൻ്റെ കേക്കാണ്. ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഇന്നത്തെ ദിവസം പ്ലാൻ ചെയ്ത പോലെ തന്നെ നടന്നു. ആക്ച്വലി ലോങ് ഡേ ആയിരുന്നു. അപ്പോൾ മൊത്തത്തിൽ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു. സോ ഇത് മോർ ദാൻ എ വ്ളോഗ് യൂട്യൂബിൽ ഇടാന്നുള്ളതിൽ കൂടുതൽ എനിക്കിതൊരു മെമ്മറി പോലെ സൂക്ഷിച്ചു വെക്കാൻ കൂടി വേണ്ടിയിട്ടാണ് വ്ളോഗ് മെയിനായിട്ട് എടുത്തത് തന്നെ. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് കീപ് സപ്പോർട്ടിങ്. ബൈ ബൈ.